സ്നേഹാവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സയാനി ബുവ എന്ന് പറയുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിന് പഠിക്കേണ്ട ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഈ സയാനി ബുവ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു മുഴുവൻ പാഠത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാഠം എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ സയാനി ബുവയായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു അമ്മായിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കഥയായിരുന്നു അല്ലെ. എന്താണ് ഈ സയാനി ബുവ എന്ന് വെച്ചാൽ കൃത്യനിഷ്ഠയുള്ള, വളരെ പിന്നെന്താണ് ബുദ്ധിമതിയായ, സ്മാർട്ട് ആയിട്ടുള്ള അമ്മായി എന്നൊക്കെ നമുക്ക് ഇതിന്റെ അർത്ഥം പറയാമായിരുന്നു. മന്നു ഭണ്ഡാരി ആയിരുന്നു ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഒരു പ്രത്യേക ടൈപ്പ് അമ്മായി. നമുക്ക് പലർക്കും എന്താണ് പരിചിതമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ അമ്മായിയുടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു പൊടിക്ക് സൈക്കോത്തരം കൂടുതലായിരുന്നു നമ്മുടെ അമ്മായിക്ക് അല്ലെ. നമ്മുടെ അമ്മായിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അമ്മായിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു കുഞ്ഞുമോളും ഉണ്ടായിരുന്നില്ല, അന്നു എന്ന് പറയുന്ന 5 വയസ്സുള്ള ഒരു കുഞ്ഞുമോളും ഉണ്ടായിരുന്നു. ഇവർ രണ്ടാളും ഇതിനെ എങ്ങനെയാ സഹിക്കുന്നതെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ പാഠത്തിൽ അല്ലെ. 5 മണിക്ക് എഴുന്നേൽക്കണം. ആ പൊടിക്കുപ്പിനോട് എന്ത് പറയാറുണ്ട്? 5 മണിക്ക് എഴുന്നേൽക്കണം, പിന്നെ ഇത്ര മണിക്ക് എന്താണ് നടക്കാൻ ഇറങ്ങണം, ഇത്ര മണിക്ക് കുളിക്കണം, ഇത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം. ഫുൾ എന്താണ് ഒരു റോബോട്ടിനെ പോലെ പണിയെടുക്കേണ്ട, റോബോട്ടിനെ പോലെ ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു അല്ലേ ഇത് ഈ അമ്മായിയുടെ കീഴില്. പിന്നെ മാത്രമല്ല, ഒരു കുഞ്ഞു ഗ്ലാസ് എങ്ങാനും പൊട്ടിയാൽ പിന്നെ അവിടെ വേൾഡ് വാറാണ്. അമ്മ അതിന് സൈസ് സാധനമായിരുന്നു നമ്മുടെ അമ്മായി അല്ലെ. എല്ലാവരും ചീത്ത പറഞ്ഞുകൊണ്ട്, എല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ട് പേടിയാവും മൊത്തത്തിൽ പറഞ്ഞ ഈ അമ്മായിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ സയാനി ബുവ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടായിരുന്നത്. ഈ സയാനി ബുവനെ കുറിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ എന്ത് പഠിക്കേണ്ടത്? ഈ പാഠത്തിൽ പഠിക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നമ്മുടെ സയാനി ബുവയുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അതിന് പറ്റിയിട്ടുള്ള കുറച്ച് കീ പോയിന്റ്സ് നമുക്ക് പഠിച്ചാലോ? നമ്മുടെ ബുവയുടെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചിട്ടും ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മുടെ പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ചുരുക്കി ഒരു 7 കീ പോയിന്റ്സിലോട്ട് മാറ്റാം. ഇത് മാത്രം പഠിച്ചാലും നമുക്ക് എന്ത് സെറ്റാണ്? ഈ പാഠം സെറ്റാണ്. ഇതിൽ നിന്നും വരുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ആവാൻ പറ്റും. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യാം? നിർബന്ധമായിട്ടും ഈ ഒരു ക്ലാസ് മുഴുവൻ കാണുക, നന്നായിട്ട് പഠിച്ചോളാം, വെറുതെ ആവത്തില്ല. ഈ ഒറ്റൊരു സാധനം പഠിച്ചാൽ തന്നെ എന്താവും? നമുക്ക് സൂപ്പറായിട്ട് എക്സാം എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, 7 പോയിന്റ്സ്, വളരെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ സയാനി ബുവയെ കുറിച്ച് പറയാനുണ്ടായിരുന്നു അല്ലെ. ഓക്കെ, കഹാനി മേ സയാനി ബുവ अपनी परिवार का सारे कामकाज समय सारणी के अनुसार करती है. മിസ് ഇങ്ങനെ പോയിന്റ് ആയി എഴുതി തരാൻ കാരണം എന്താ പറയുക? മക്കൾ ഒരിക്കലും എക്സാമിന് പോയിന്റ് ആയിട്ട് എഴുതാൻ പാടില്ല. ഇങ്ങനെ പഠിക്കാനുള്ള എളുപ്പത്തിനാണ് വളരെ കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് എഴുതി തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഈ പോയിന്റ് കഴിഞ്ഞ് ഈ പോയിന്റ് ആണ്, ഈ പോയിന്റിനെ കുറിച്ച് ഞാൻ എഴുതണം, അങ്ങനെയുള്ള കൃത്യമായ ബോധം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ഓക്കെ, കഹാനിമി നമ്മുടെ കഥയില് സയാനി ബുവ എന്ന് പറയുന്നത് അപ്പനി പരിവാർക്ക, തന്റെ പരിവാറിന്റെ, ഫാമിലിയുടെ സാരി കാംകാജ് എന്താണ്? വർക്ക് അല്ലെ. എല്ലാവർക്കും, സാരി മുഴുവൻ വർക്കും സമയ സാരിണി, അതിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. കൃത്യനിഷ്ഠ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ബുവ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തോ ഒരു കൃത്യനിഷ്ഠയാണ് നമ്മുടെ കഥയിൽ നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ പരിവാറിലെ, ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിന്റെയും കാര്യങ്ങൾ, വർക്കുകൾ സമയ സാരിണി മീൻസ് എന്താണ്? കൃത്യനിഷ്ഠയോടുകൂടി, സമയ സാരിണിക്ക് അനുസരിച്ചെന്നാണ് കൃത്യനിഷ്ഠയോടുകൂടി കരുത്തിഹേ ചെയ്യുമായിരുന്നു. ആര്? നമ്മുടെ ബുവ എന്ന് പറയുന്ന ആളല്ലേ. സയാനി ബുവ എന്ന് തന്നെയാണ് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്ന എല്ലാവരും അല്ലെ. ഈ കൃത്യനിഷ്ഠ കണ്ടിട്ടായിരിക്കും സ്മാർട്ട്, ബുദ്ധിമതി എന്നൊക്കെ വിളിക്കുന്നുണ്ടാവും അല്ലെ. ലേക്കിൻ ഇസ്കെ കാരണം പരിവാർ കെ ലോഗോं को भी उनके सभी नियमों का पालन करना पड़ता है. പക്ഷേ ഇവരുടെ ഈ ഒരു കൃത്യനിഷ്ഠ, സമയ സാരിണി കാരണം എന്താ പ്രശ്നം? എന്താണ്? ഈ അകത്തുള്ള 2 ആത്മാക്കൾ ഉണ്ടല്ലേ, ഇവർക്ക് കൂടി നിയമം പാലിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. നോക്കിക്കേ, ലേക്കിൻ പക്ഷേ ഇസ്കേ കാരൻ, അവർ കാരണം എന്നുള്ള അർത്ഥം അല്ലെ. പരിവാർക്കെ ലോകോം കോബി, ഫാമിലിയിലെ ആളുകൾക്ക് കൂടി, പരിവാർക്കെ ലോകോം കോബി എന്നാണ് ഫാമിലിയിലെ ആളുകൾക്ക് കൂടി, ഉൻകെ അവരുടെ സബി നിയമോക്ക, എല്ലാ നിയമങ്ങളുടെയും പാലൻ കരുണപ്പെടുത്താഹേ, പാലിക്കേണ്ടി വരികയാണ്. അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ഇപ്പൊ 5 മണിക്ക് എണീക്കണം, രാവിലെ ഒക്കെ ഒന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ് ബുവയുടെ വായിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും അല്ലെ. അപ്പം ഇവര് കാരണം ഈ പരിവാറിലെ ലോകം കൂടി എങ്ങനെയാണ് ഇപ്പം അവരുടെ നിയമങ്ങൾക്ക് അനുസാർ ജീവിക്കേണ്ടി വരികയാണ് അല്ലെ. അതിന്റെ പാലൻ കരുണപ്പെടുത്താഹേ, പാലൻ കരുണ വെച്ചാൽ എന്താണ്? നമ്മൾ പാലിക്കേണ്ടി വരും എന്നുള്ള അർത്ഥമാണ് അല്ലെ. കോയി ഉൻക, പക്ഷെ ഇവിടെ എന്താ അറിയ വ്യത്യാസം? എന്താ 5 മണിക്ക് ഇപ്പോൾ നീറ്റില്ലെങ്കിൽ ഇപ്പൊ എന്താ ഉറങ്ങിക്കൂടെ എന്ന് ചോദിച്ചാൽ അത് പറ്റൂല. കോയി ഉൻക വിരോധ് കർണേക്ക് ഹിമ്മത്ത് നെഹി കർത്ത, അവരെ ഒന്ന് എതിർക്കാൻ പോലുള്ള ഹിമ്മത്ത് പോലും, ധൈര്യം പോലും ആരും കാണിക്കാറില്ല. അമ്മാതിരി സൈസ് സാധനമാണ് അല്ലെ. അപ്പൊ നോക്കിക്ക് എന്താണ്? കോയി ഉൻക, ഒരാള് പോലും അവരുടെ
വിരോധ് കർണിക്ക. വിരോധ് മീൻസ് എന്താണ്? എതിരെ കേട്ടോ. എതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യുവാനുള്ള ഹിമ്മത്ത്, ധൈര്യം എന്ത് ചെയ്യാറില്ല? നഹി കർത്ത, ചെയ്യാറില്ല എന്ന് പറയാണ് കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. വ ഹർ ചീസ് സംഭാൽ കർ രഹത്തി ഹൈ. ഇത് നമ്മുടെ ബുവയുടെ ക്യാരക്ടറിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ഓക്കെ, എല്ലാ സാധനങ്ങളും സമയസാരിനെ അനുസരിച്ച് കൃത്യനിഷ്ഠയോട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ബുവ. ഇനി വേറൊരു പ്രത്യേകത ഉണ്ട്, എന്താ അറിയോ? സാധനങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പരിപാടി കൂടി ആർക്കുണ്ട്? നമ്മുടെ ബുവയ്ക്കുണ്ട്. എൻ്റെ കയ്യിലൊക്കെ ഇപ്പോൾ ഒരു റബ്ബറോ അല്ലെങ്കിൽ എന്താണ് ഒരു സ്കെയിലും പെൻസിലും ഒക്കെ ചെറുതാകുമ്പോൾ തരുവാണെങ്കിൽ അത് പിന്നെ പിറ്റേത് ആഴ്ച ഉണ്ടാവത്തില്ല. ഞാൻ ആർക്കെങ്കിലും ദാനം ചെയ്തു വരും, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞു വരും. അപ്പം അങ്ങനത്തെ പരിപാടിയാണല്ലേ. നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മുടെ ബുവ അങ്ങനെയല്ല. ബുവ എങ്ങനെ അറിയോ? ഇതിലൊരു കാര്യം പറയുന്നുണ്ട്, അന്ന് ശ്രദ്ധിച്ചോളാം. വ ഹർ ചീസ്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും സംഭാൽക്കർ, വളരെ സൂക്ഷിച്ചു വെക്കുന്ന ആളാണ്. ഇതൊരു ഇച്ചിരി കൂടിപ്പോയില്ലേ, ഇതൊരു തള്ളുകഥയല്ലേ നമുക്ക് തോന്നും. പക്ഷെ സത്യമാണ്, ബുവ എങ്ങനെയാന്ന് തോന്നുന്നു കേട്ടോ. കഹാ ജാതാ ഹേ കി, പറയപ്പെടുന്നു. കഹാ ജാതാ ഹേ എന്നാണ് പറയപ്പെടുന്നു. ഉനോനെ ചൗഥി കക്ഷ കി റബഡ് 9വീ കക്ഷ തക് ഉപयोग किया है. 4ാം ക്ലാസ്സിൽ നിന്ന് നമ്മുടെ ബുവയ്ക്ക് ഒരു റബ്ബർ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റബ്ബഡ് എന്ന് വെച്ചാൽ റബ്ബർ, നമ്മൾ ഇറൈസർ അവിടെ ഉദ്ദേശിച്ചല്ലേ. ഇറൈസർ 4ാം ക്ലാസ്സിന് മേടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. എപ്പോഴാ അറിയും നമ്മുടെ ബുവ കഴിച്ചത്? 9ാം ക്ലാസ് വരെ അത് ഉപയോഗിച്ചു. എന്നിട്ട് അത് തീരുന്ന വരെ ഉപയോഗിച്ചു. 4ാം ക്ലാസ് എന്നുള്ള സാധനം 9ാം ക്ലാസ് വരെ ഉപയോഗിച്ച 5 വർഷത്തോളം ഒരു എന്താണ് ഒരേ റബ്ബർ ഉപയോഗിച്ച ടീംസ് ആണ് നമ്മുടെ ആരെന്ന് പറയുന്നത്? ബുവ എന്ന് പറയുന്നത്. എനിക്കൊന്നും പറ്റത്തില്ലേ, നിങ്ങൾക്കും പറ്റില്ല എന്ന് എനിക്കറിയാം. നമ്മുടെ ഇങ്ങനെ സൂക്ഷിക്കുന്നതിനുള്ള അവാർഡ് നമ്മുടെ ബുവയ്ക്ക് നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പം നോക്കാം, 9ാം ക്ലാസ് വരെ ഒരേ റബ്ബറാണ് ആര് ഉപയോഗിച്ചത്? നമ്മുടെ ബുവ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ എക്സാമ്പിൾ മക്കൾ എന്ത് ചെയ്യണം? എഴുതണം. എല്ലാ ചീസും എല്ലാ സാധനങ്ങളും സംഭാൽക്കർ, സംരക്ഷിച്ചു വെക്കുന്ന ആളാണ് എന്ന് പറയാൻ കാരണം ഇതാണ്. 4ാം ക്ലാസ് എന്നുള്ള ചൗഥി കക്ഷി എന്നുള്ള റബ്ബർ നമ്മൾ 9വീ കക്ഷാത്തൊക്കെ ഉപയോഗിക്കുകയല്ലേ. ആ 9ാം ക്ലാസ് വരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കാം. ഇനി 4ാമത്തെ പോയിന്റ് ഇതാണ്, നോക്കാം. അപ്നി കിസി ചീസ് കോ ടൂട്ടന ഉസേ അച്ഛാ നഹി ലഗ്താ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗ്ലാസ് ഒക്കെ പൊട്ടിയ കഴിഞ്ഞ് അവിടെ വേൾഡ് വാർ നടക്കും ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ ബുവ ഉണ്ടല്ലോ, ബുവയ്ക്ക് അപ്പനി തൻ്റെ കിസി ചീസ്, എന്തെങ്കിലും ഒരു സാധനം ടൂട്ടന മീൻസ് എന്താണ്? പൊട്ടുക എന്നുള്ള അർത്ഥം കേട്ടോ. പൊട്ടുക എന്നുള്ള അർത്ഥമാണ്. പൊട്ടുക എന്ന് പറയുന്നത് അച്ചാനിഹിലക്ത, ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. എന്തെങ്കിലും സാധനം പൊട്ടിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതിപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടല്ലേ, അമ്മമാർക്ക് നമ്മുടെ കുറേ ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് എന്താണ് ഗ്ലാസ് പൊട്ടുന്നൊന്നും ഇഷ്ടമുണ്ടാവില്ല. അവർ പൊട്ടിച്ചാൽ കുഴപ്പമില്ല, പിന്നെ നമ്മൾ പൊട്ടിച്ചതിനെ അവിടെ കഴിഞ്ഞല്ലേ. അപ്പം നമ്മുടെ ബുവയ്ക്ക് ഇങ്ങനെ പൊട്ടലും ചീറ്റലും ഒന്നും ഇഷ്ടമില്ലാത്ത ആളാണേ. ഒരു ദിവസം ഈ നമ്മുടെ ഈ ബുവ എന്താ ചെയ്തേ അറിയോ? ഏക് ബാർ 5 ആനെ കി സുറാഹി ടൂട്ടനെ പർ നൗകർ കോ പേട്ട് ദിയാ താ. ഭീകരയാണ്, ഭീകരി. എന്താ ചെയ്തേ അറിയോ? ഏക് ബാർ, ഒരു ദിവസം ഉണ്ടല്ലോ, 5 അണേ. എത്രയടാ? 5 അണയേ ഉള്ളൂ. അണ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതാണ്, പണ്ടത്തെ കോയിനാണ് അണ എന്നൊക്കെ പറയുന്നത്. ഒരു 5 അണയുടെ കേട്ടോ, ഒരു 5 അണയുടെ ഒരു സുറാഹി, ഒരു പോട്ടുണ്ടല്ലോ, പൊട്ടിയതിന് നൗക്കറിന്, അവിടെ നൗക്കറൊക്കെ ഉണ്ട്. നൗക്കർ മീൻസ് എന്നാൽ സെർവൻ്റ് ആണ്, പണിയെടുക്കുന്ന ആളാണല്ലേ, അവിടെ വേല എടുക്കുന്ന ആളാണ്. അവിടെ വേല എടുക്കുന്ന ആൾ എന്ത് ചെയ്തു എന്നറിയോ? പീട്ടതി, അടിച്ചു. എന്തിന്? ഒരു പോട്ട് പൊട്ടി എന്ന് പറഞ്ഞിട്ട് അതിന് കൊന്നിട്ടൊന്നുമില്ല കേട്ടോ, തല്ലി കേട്ടോ. അതൊരു അതിശയോക്തി പറഞ്ഞതാണ്. എന്താണ്? പീട്ടതിയ, അതിനെ അടിച്ചു അല്ലേ. അമ്മാതിരി ആളാണ്. പിന്നെ വീട്ടുകാരൊന്നും അതിനുള്ള ഒരു ഇതുപോലും കാണിക്കാറില്ല, പേടിയാണ് കേട്ടോ നമ്മുടെ ബുവേനെ. ഓക്കെ, നമ്മുടെ 5ാമത്തെ പോയിന്റ് ഇതാണ്. ഓക്കെ, ഇത്രയൊക്കെ ചെയ്യും. സമയത്ത് കൃത്യനിഷ്ഠ, എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചു വെക്കും. ബാക്കി എല്ലാവരും ഇതൊക്കെ അനുസരിക്കണം. ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ എന്താണ്? കുറച്ചൊക്കെ സ്നേഹമുള്ള ഒരു ടൈപ്പാണ് ആര്? നമ്മുടെ ലാസ്റ്റിലോട്ട്, നമ്മുടെ കഥയിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, എന്തൊക്കെ പറഞ്ഞാലും ഫാമിലി എന്ന് വെച്ചാൽ നമ്മുടെ ബുവയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ്. അവർ കഴിഞ്ഞിട്ടേ എല്ലുള്ളൂ അല്ലേ. ഫിർ ബി, എന്നിരുന്നാലും അപ്പനെ പരിവാർക്കോ ബഹുത് പ്യാർ കർത്തി ഹേ അല്ലെ. എന്താണ്? അവരവന്റെ പരിവാർ എന്താണ്? ബഹുത് പ്യാർ കർത്തി ഹേ, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഫാമിലി ഇമ്പോർട്ടൻസ് ആണ്. ഇതൊക്കെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ബുവ ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പനി ബേട്ടി അന്നു കോ ബീമാർ ഹോനെ പർ വ ബഹുത് ദുഃഖി ഹുയി തി. തന്റെ മോളായിട്ടുള്ള അന്നു അല്ലേ, അന്നുവിന് എന്ത് പറ്റിയിട്ടുണ്ടായിരുന്നു? ബീമാർ അല്ലേ, അസുഖം വന്നിട്ടുണ്ടായിരുന്നു. അസുഖത്തിന്റെ കാര്യം പറയാത്തതെന്നല്ല, നമുക്ക് ഓർമ്മയുണ്ട് എന്താണ്? ആ പെണ്ണിന് പേടിച്ചിട്ട്, ബുവേനെ പേടിച്ചിട്ട് പനി വന്നേക്കാണല്ലേ. ഈ പനി അങ്ങോട്ട് മാറുന്നുമില്ല. അപ്പൊ നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടിക്ക് ഡിപ്രഷനാണ്, കുട്ടീനെ മല കയറാൻ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? കാരണം അല്ലാണ്ടേ ഈ 5 വയസ്സുള്ള കുട്ടീനെ ഇങ്ങനെ റോബോട്ട് പോലെ വളർത്തി കഴിഞ്ഞാൽ കുട്ടിക്ക് ഡിപ്രഷൻ ആവില്ലേ? അപ്പം ഈ അന്നൂന് വയ്യാണ്ടായപ്പോൾ നമ്മുടെ ബുവയ്ക്ക് ഒരു എന്തുണ്ടായിരുന്നു? ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നോക്കാം,
बेटी अनु को बीमार होने पर അസുഖമായ സമയത്ത് बहुत दुखी हुई थी ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബുവ അല്ലേ. उन्होंने भाई साहब और अन्नू को अपने बिना पहाड़ की यात्रा पर जाने की अनुमति भी देती है. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു കുഞ്ഞു കഥ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മുടെ അന്നുമോക്ക് ഡിപ്രഷൻ ആണല്ലോ, ഫുള്ള് എന്താണ്, ഡോക്ടർ പറഞ്ഞു മല കയറാൻ കൊണ്ടുപോകണം കുട്ടീനെ എന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടർ വേറൊരു കാര്യം കൂടി പറഞ്ഞു, അമ്മ കൂടെ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഭായ് സാബ് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും, അയ്യോ ഇവളെ കൊണ്ട് ഒരു രക്ഷയില്ല ഡോക്ടറെ, ഞങ്ങൾക്ക് രണ്ടാൾക്ക് സമാധാനം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് അച്ഛനും മോളും മാത്രം മല കയറാൻ പോയാൽ മതി എന്നുള്ളൊരു എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാര്യം നമ്മുടെ ബുവേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടീനെ അന്നുമോളെ വളരെ ഇഷ്ടമായോണ്ട് ബുവ എന്ത് ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞു അല്ലെ. അവര് 2 പേരെയും താൻ കൂടാതെ എങ്ങോട്ട് പോകാൻ വിട്ടു, നമ്മുടെ പഹാഡ് ചടഞ്ഞേ കീലിയെ ഈ ഒരു മല കയറാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് നമ്മൾ എഴുതണം. ഉനോനെ ബായ് സാബ്, നമുക്ക് ബായ് സാബ് എന്ന് വെച്ചാൽ അവരുടെ ഭർത്താവാണ് അല്ലെ. ബായ് സാബിനെയും അന്നുമോളെയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പനെ ബിന, തന്നെ കൂടാതെ കേട്ടോ, അപ്പനെ ബിന എന്നാണ് തന്നെ കൂടാതെ, അതായത് അവള് ഇല്ലാതെ പഹാഡിക്ക് യാത്ര പർ ജാനേക്ക്, പഹാഡ് നമ്മുടെ ഹിൽസിന്റെ അവിടെ എന്താണ് പോകാൻ വേണ്ടിയിട്ടുള്ള അനുമതി ബിദേത്തി, അനുമതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബുവയുടെ അനുമതി ഒന്നും ഇല്ലാണ്ട് പോകാൻ പറ്റത്തില്ല. അവള് പറഞ്ഞു ഓക്കെ ശരി അന്നുമോക്ക് വയ്യാത്തല്ലേ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരിവാറിനോടുള്ള വെറും സ്നേഹം അല്ലെ. ഓക്കെ, उनके जाने के बाद पत्र नहीं आते समय वह बहुत परेशान हो जाती है. അപ്പൊ നമ്മുടെ ഈ ഒരു കഥയുടെ മെയിൻ തീം എന്ന് പറയുന്നത് തന്നെ ലാസ്റ്റിലോട്ടുള്ള ആ ഒരു കത്താണ് അല്ലെ. ആ കത്ത് എന്താണ്, പെട്ടെന്ന് ഒരു ദിവസം എന്താണ് അവര് നമ്മുടെ പഹാഡിലോട്ടൊക്കെ കയറാൻ പോയി കഴിഞ്ഞിട്ട് എന്നും ലെറ്റർ ഒക്കെ അയക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം ആ ലെറ്റർ കാണാണ്ടായി പോയിട്ടുണ്ടായിരുന്നു അല്ലെ. എന്താണ്, ആ ലെറ്റർ വരാതായപ്പം നമ്മുടെ ബുവ ഫുള്ള് സൈക്കോ ആയി മാറിയിട്ടുണ്ടായിരുന്നു. ബുവയ്ക്ക് മൊത്തത്തിൽ ഡിപ്രഷൻ ആയിട്ടുണ്ടായി. അയ്യോ എന്റെ ഭർത്താവിന്റെയും കുട്ടീന്റെയും കത്ത് കിട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് സങ്കടമായിരുന്നു അല്ലെ. അപ്പൊ അതും കൂടി നമ്മൾ എഴുതുകയാണ്. എന്തൊക്കെയാണെങ്കിലും അവരോടുള്ള സ്നേഹമാണ് ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഉൻകെ ജാനേ കെ ബാദ്, അവർ പോയതിനു ശേഷം പത്ര നെഹി, പത്ര മീൻസ് എന്താണ് നമ്മുടെ ലെറ്റർ അല്ലെ, ലെറ്റർ ലഭിക്കാതായ സമയത്ത് ബഹുത് പരേഷാൻ ഹോ ജാത്തെ, അവര് ഒരുപാട് ടെൻഷനും ആവുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മുടെ ലെറ്റർ, നമ്മുടെ എൻഡിങ് ആയിരുന്നു സൂപ്പർ ആയിട്ടുള്ള, അന്നുമോള് മരിച്ചു എന്നുള്ള രീതിയിലായിരുന്നു ലെറ്റർ തുടങ്ങിയത്. പിന്നെ ലെറ്റർ അവസാനിച്ചത് എങ്ങനെയായിരുന്നു, നല്ല അടിപൊളി കഥയായിരുന്നു അല്ലെ. ലെറ്റർ അവസാനിച്ചത് എങ്ങനെയാണ്, നമ്മുടെ ബായ് സാബ് നമ്മുടെ ആർക്ക് ഈ ബുവ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള എത്ര രൂപേന്റെ ഒരുപാട് വിലയുള്ള ഗ്ലാസിന്റെ സെറ്റ് പൊട്ടിച്ചു. ആ പൊട്ടിച്ച കഥ എന്താ ലെറ്ററിലൂടെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ അറിയിച്ച രീതിയൊക്കെ എന്താണ് സൂപ്പർ ആയിരുന്നു അല്ലെ. എന്തായിരുന്നു, എല്ലാവർക്കും പറ്റുന്ന ഓരോ പ്രശ്നങ്ങളാണ്, ലോകം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ സാഹിത്യപരമായിട്ടാണ് ലെറ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പോൾ ഇത് കേട്ടിട്ട് കൂടി ലാസ്റ്റ് നമ്മുടെ ബുവ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നും ടെൻഷനൊന്നും ആവാതെ, അതായത് ദേഷ്യമൊന്നും പിടിക്കാതെ എന്താവുന്നുണ്ട്, ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്താണ്, നമ്മുടെ ബായ് സാബിനും അന്നുവിനും ഒന്നും പറ്റിയിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബുവയ്ക്ക് എന്തായി, സന്തോഷമായി. ഗ്ലാസ് ഒക്കെ പൊട്ടുന്നത് പിന്നത്തെ കാര്യമാണ്, എന്തൊക്കെ പറഞ്ഞാലും ഫാമിലിയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത് എഴുതുകയാണ് ലാസ്റ്റില്. അന്തമേ ജബ് പത്ര ആയ, നമ്മുടെ ലെറ്റർ വന്ന സമയത്ത് തബ് അപ്പോൾ ഇസ്മേ പ്യാലെ തോടനെ കെ ബാരെ മേ, അതില് ഗ്ലാസ് പൊട്ടിച്ചതിനെ കുറിച്ച് അല്ലെ, പൊട്ടിയതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലിഖാത്ത, എഴുതിയിട്ടുണ്ടായിരുന്നു. ലേക്കിൻ പക്ഷേ ബുവ യ സുൻകർ ഹസ്നെ ലഗി, നമ്മുടെ ബുവ എന്താണ് ഇത് കേട്ടിട്ട് ഹസ്നെ ലഗി, ചിരിക്കാൻ തുടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഹാപ്പി ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണ്, അന്നുമോക്കും ബായിസാബിനും ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി അല്ലേ. അപ്പൊ ഇത്രയും പോയിന്റ്സ്, ഈ 7 പോയിന്റ്സ് നമ്മുടെ ബുവയെ കുറിച്ച് എന്ത് ചോദിച്ചാലും, ഇപ്പൊ വേറെ എന്തെങ്കിലും രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനിയിപ്പോ മക്കൾ വിചാരിക്കുക, ബുവയുടെ ചരിത്രകഥ ടിപ്പണി ചോദിച്ചു എന്ന് വിചാരിക്കുക. ഇതായിരിക്കും മിക്കവാറും, മക്കളെ എഴുതി വെച്ചോ, ക്രിസ്മസ് എക്സാമിന് മിക്കവാറും നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതായിരിക്കും. എന്താണ്, ചരിത്രഗത വിശേഷത, ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്ന സമയത്ത് മക്കൾ ഈ 7 പോയിന്റ് തന്നെ പഠിച്ചാൽ മതി. പക്ഷെ അതിന്റെ മുൻപിൽ കുറച്ച് ഡെക്കറേഷനും പരിപാടിയൊക്കെ ഉണ്ട്. അതെ, എന്താണ്, ആരാണ് എഴുതിയത്, ഏത് കഥയിലെ കഥാപാത്രമാണ് ഇത്, പിന്നെ കഥാപാത്രത്തിന്റെ ചെറിയ പ്രത്യേകത, ഈ 3 കാര്യം ഒന്ന് മക്കൾ എഴുതി വെക്കണം. അതിന് വേണ്ടിയിട്ട് മിസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. മിക്കവാറും ഇതേ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ഇത് പഠിച്ചിട്ട് നമ്മുടെ ആ കീ പോയിന്റ്സ് ഇട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ ക്യാരക്ടർ സ്കെച്ച് റെഡിയാണ് കേട്ടോ. അപ്പൊ നോക്കാം, മന്നു ഭണ്ഡാരി കി കഹാനി, മന്നു ഭണ്ഡാരിയുടെ സ്റ്റോറി ആയിട്ടുള്ള സയാനി ബുവയിലെ മുഖ്യ പാത്രാണ് ബുവാജി. പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആര്, നമ്മുടെ ബുവാജി, അമ്മായി എന്ന് പറയുന്നത് അല്ലെ. ഉൻകെ അനുശാസിത്, വ്യവസ്ഥിത് और समय के पाबंद स्वभाव के कारण सब उनको सयानी बुआ कहते हैं. അനുശാസിത് എന്ന് വെച്ചാൽ നമ്മൾ വളരെ കൃത്യമായ
വ്യവസ്ഥിതി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സമയക്കെ പാബന്ദ്, അതായത് സമയത്തിന് വളരെ കൃത്യത കൊടുക്കുന്ന സ്വഭാവമായത് കൊണ്ട് തന്നെ സബ് ഉൻകോ ഉസ്കോ സയാനി ബുവ കഹത്തെ ഹെ, എല്ലാവരും എന്താണ് അവരെ സയാനി ബുവ, സ്മാർട്ട് ആയിട്ടുള്ള ബുദ്ധിമതിയായിട്ടുള്ള അമ്മായി എന്നാണ് വിളിക്കുന്നത് അല്ലെ. അപ്പൊ ഈ അനുശാസിത് എന്ന് വെച്ചാൽ നിയമപരം എല്ലാ നിയമങ്ങളും അനുസരിക്കുന്ന ഒരാളെയാണ് നമ്മൾ അനുശാസിത് എന്ന് പറയുന്നത്. വ്യവസ്ഥിത് സിസ്റ്റമാറ്റിക് ആണ്, സമയക്കെ പാബന്ദ് കൃത്യനിഷ്ഠയാണ്. ഈ 3 കാര്യങ്ങളും മക്കൾ എന്താ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിലൊക്കെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചത് ഇത് എഴുതുക, എന്നിട്ട് നമ്മുടെ ഈ 7 കീ പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഈ 7 കീ പോയിന്റ്സ് പഠിച്ചാൽ തന്നെ ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് സെറ്റാണ്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഇതിലുണ്ട്, ഈ ഒരു കീ പോയിന്റ്സിലുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിക്കണം. നമ്മുടെ സയാനി ബുവ സൂപ്പറാണ്, അതുകൊണ്ട് വളരെ ഇഷ്ടത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് പഠിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാം എടുക്കാറായി. ഇത് പഠിക്കാതെ ഒരിക്കലും എൻ്റെ മക്കൾ പോകാൻ പാടില്ല. ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.